നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഓണക്കാല പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓണവിപണി കൂടുതൽ ശക്തമാക്കുന്നതിനും സാധാരണക്കാരന് ആശ്വാസമാകുന്നതിനുമായി സർക്കാർ സപ്ലൈകോയ്ക്ക് 253 കോടി രൂപയുടെ അടിയന്തര ധനസഹായം അനുവദിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റ്, സബ്സിഡി നിരക്കിലുള്ള ഓണച്ചന്ത കൂടാതെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഈ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കാം. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഓണക്കാലത്ത് ജനങ്ങൾ അവശ്യ സാധനങ്ങൾ മിതമായ വിലയിൽ ലഭ്യമാക്കാനും സപ്ലൈകോ സ്റ്റോറുകളിൽ ആവശ്യമായ സ്റ്റോക്ക് ഉറപ്പാക്കാനുമായി സർക്കാർ ആകെ 253 കോടി രൂപ അനുവദിച്ചു. ഈ തുകയിൽ 200 കോടി രൂപ സപ്ലൈകോയുടെ ഓണം വിപണി നടത്താനായി, അതുപോലെ 53 കോടി രൂപ അന്ത്യോദയ അന്നയോജന അതായത് AAY വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റിനായി. ഓണത്തിന് മുൻപ് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും സാധാരണ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാനുമാണ് ഈ തീരുമാനം. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശനോട് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ അഭ്യർത്ഥന പരിഗണിച്ചാണ് സർക്കാർ ഫണ്ട് അനുവദിച്ചത്. സർക്കാരിന്റെ ഈ തീരുമാനം ഓണക്കാലത്ത് സപ്ലൈകോയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയതനുസരിച്ച് മുൻകാലങ്ങളിൽ ഒരുമിച്ച് ഇത്രയും വലിയ തുക ഓണവിപണിക്കായി അനുവദിച്ചിട്ടില്ല. പുതുക്കിയ ബജറ്റിൽ സപ്ലൈകോയ്ക്കായി 315 കോടി രൂപ വകയിരുത്തിയിരുന്നു. അതിൽ ആദ്യഘട്ടമായി 20 കോടി രൂപ നേരത്തെ നൽകിയിരുന്നു. ഇപ്പോൾ അതിനു പുറമെ 253 കോടി രൂപ അനുവദിച്ചതോടെ സപ്ലൈകോയ്ക്ക് വലിയ സാമ്പത്തിക പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. മന്ത്രി നൽകിയ മറ്റൊരു പ്രധാന വിവരമനുസരിച്ച് ഇപ്പോൾ അനുവദിച്ച തുക മുഴുവൻ ചെലവഴിച്ച ശേഷം ആവശ്യമായാൽ വീണ്ടും സർക്കാരിനെ സമീപിക്കാം. അതായത് ആവശ്യാനുസരണം കൂടുതൽ ഫണ്ട് അനുവദിക്കാനുള്ള സാധ്യതയും സർക്കാർ തുറന്നു വച്ചിരിക്കുകയാണ്. ഓരോ വർഷവും പോലെ ഇത്തവണയും അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും. ഇതിനായി പ്രത്യേകമായി 53 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓണക്കിറ്റിൽ ഉൾപ്പെടുന്ന സാധനങ്ങളുടെ അന്തിമ പട്ടിക സർക്കാർ പിന്നീട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. സാധാരണയായി അരി, പഞ്ചസാര, പരിപ്പ്, ചെറുപയർ, വെളിച്ചെണ്ണ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെ കുറിച്ചുള്ള ഔദ്യോഗിക പട്ടിക, ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് ലഭിക്കുന്നതെന്ന ഔദ്യോഗിക പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വരെ ഇത് സംബന്ധിച്ച അന്തിമ വിവരങ്ങൾ കാത്തിരിക്കണം. അതുപോലെ ഓണക്കാലത്ത് വിപണിയിൽ വിലക്കയറ്റം പതിവാണ്. ഈ സാഹചര്യത്തിൽ സപ്ലൈകോ സ്റ്റോറുകളിലൂടെ സബ്സിഡി നിരക്കിൽ നിരവധി സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കും. അതിനായി സർക്കാർ 200 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് വലിയ ആശ്വാസമാണ്. സപ്ലൈകോയിൽ ആവശ്യമായ സ്റ്റോക്ക് ഉറപ്പാക്കാനും തിരക്ക് നിയന്ത്രിക്കാനും ഈ തുക സഹായകരമാകും. സപ്ലൈകോ ഓണം ഫെയറിലൂടെ സാധാരണ ലഭിക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ അരി, പഞ്ചസാര, ചെറുപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ്, വെളിച്ചെണ്ണ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സോപ്പ്, മറ്റ് അവശ്യ സാധനങ്ങൾ വിപണിയിലെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലാണ് ഇവ വിതരണം ചെയ്യാറുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഓണക്കാല ക്ഷേമ പെൻഷൻ. നിലവിൽ സർക്കാർ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്ന സാഹചര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ ഓണത്തിന് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സർക്കാർ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഓണക്കാലത്ത് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നതിനായി ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം സെപ്റ്റംബർ മാസത്തെ പെൻഷനും അഡ്വാൻസായി നൽകി ആകെ 4000 രൂപ വിതരണം ചെയ്യാനുള്ള സാധ്യത വിവിധ റിപ്പോർട്ടുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ ഇത് ഉറപ്പാക്കാനാകൂ. അതുപോലെ തന്നെ ഇപ്പോൾ ലഭ്യമായ സൂചനകൾ പ്രകാരം ഓഗസ്റ്റ് മാസത്തിലെ 2ാം ആഴ്ചയ്ക്ക് ശേഷം പെൻഷൻ വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കൃത്യമായ തീയതി സർക്കാർ പിന്നീട് അറിയിക്കും. അതുപോലെ ഈ പ്രഖ്യാപനങ്ങളിലൂടെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ: മഞ്ഞ റേഷൻ കാർഡുകാർക്ക് സൗജന്യ ഓണക്കിറ്റ്, സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ, വിപണി വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ, പെൻഷൻ വിതരണത്തിൽ കൂടുതൽ വ്യക്തത പ്രതീക്ഷ, അതുപോലെ ഓണക്കാല സാമ്പത്തിക ഭാരം കുറയാൻ സഹായം. വരുന്ന ദിവസങ്ങളിൽ സർക്കാർ പറയുന്ന ചില കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഓണക്കിറ്റ് വിതരണം ആരംഭിക്കുന്ന തീയതി, കിറ്റിൽ ഉൾപ്പെടുന്ന സാധനങ്ങളുടെ പട്ടിക, സപ്ലൈകോ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം, സബ്സിഡി നിരക്കുകളുടെ പട്ടിക, ക്ഷേമ പെൻഷൻ വിതരണ തീയതി, അഡ്വാൻസ് പെൻഷൻ സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം.
എന്നിവയെക്കുറിച്ച് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. നിലവിൽ അതായത് ഇപ്പോൾ പലരും ചോദിക്കുന്ന വേറൊരു കാര്യമാണ് വെള്ള, നീല, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റ് ലഭിക്കുമെന്നുള്ള കാര്യമാണ്. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് AAY അതായത് അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞക്കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ കിറ്റിനെ കുറിച്ചാണ്. മറ്റ് വിഭാഗങ്ങൾക്കായി ഇതുവരെ പ്രത്യേക സൗജന്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സപ്ലൈകോ ഓണം ഫെയറിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓണക്കാലത്ത് സപ്ലൈകോ സ്റ്റോറുകളിൽ തിരക്ക് കൂടുതലാകാൻ സാധ്യതയുള്ളതിനാൽ വിതരണം ആരംഭിച്ച ശേഷം അവസാന ദിവസങ്ങൾ വരെ കാത്തിരിക്കാതെ നേരത്തെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ തുടങ്ങിയവർക്ക് തിരക്ക് കുറവുള്ള ദിവസങ്ങളിൽ പോകുന്നതാണ് നല്ലത്. റേഷൻ കടകളിൽ ലഭിക്കുന്ന അറിയിപ്പുകളും ശ്രദ്ധിക്കുക. കാരണം ചില സ്ഥലങ്ങളിൽ വിതരണം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടക്കുക. ഓണക്കാലത്ത് വിപണിയിൽ അമിതവില ഈടാക്കുന്നുണ്ടോ, സബ്സിഡി സാധനങ്ങൾ ലഭ്യമാണോ, ആവശ്യമായ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും സർക്കാർ വിവിധ വകുപ്പുകൾ മുഖേന നിരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് പരമാവധി പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ഇത്തവണ ഓണവിപണി ഒരുക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നത്. അതിനാൽ വരും ദിവസങ്ങളിൽ സപ്ലൈകോ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം, സബ്സിഡി വില പട്ടിക, ഓണക്കിറ്റ് വിതരണ തീയതി, വിതരണ കേന്ദ്രങ്ങൾ, ക്ഷേമ പെൻഷൻ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ എന്നിവ തുടർച്ചയായി പുറത്തുവരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവ ലഭിക്കുന്ന മുറയ്ക്ക് ഏറ്റവും വേഗത്തിൽ വ്യക്തമായും നിങ്ങൾക്കായി എത്തിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രത്യേകിച്ച് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവരും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ വിവരം ഉപകാരപ്പെടും. അതുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.